ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ പെപ്പർ ഫ്രൈ ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, അപ്പം, പൊറോട്ട ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ മട്ടൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ മസാല പുരട്ടിയിട്ടുള്ള മട്ടൻ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഈ മസാലയൊക്കെ അതിലേക്ക് നന്നായി പിടിക്കും കേട്ടോ. അങ്ങനെ അരമണിക്കൂറിന് ശേഷം മസാല പുരട്ടിയിട്ടുള്ള മട്ടൻ മുഴുവനായിട്ടും ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് 4-5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. മട്ടൻ്റെ വ്യത്യാസം അനുസരിച്ച് വേവാനുള്ള ടൈമിലും വ്യത്യാസം വന്നേക്കാം. അപ്പോൾ നോക്കിയിട്ട് വേവിച്ചെടുക്കുക. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 2 വറ്റൽ മുളക്, ഒരു ചെറിയ പീസ് പട്ട, 4 ഗ്രാമ്പൂ, ഒരു 10-15 കാഷ്യൂ നട്ട് ഇത്രയും ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒത്തിരി നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ചെറുതായി ഒന്ന് ഫ്രൈ ആയി വരേ വേണ്ടൂ. അങ്ങനെ ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ തണുത്തതിന് ശേഷം ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇതൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മളിത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കണം. അങ്ങനെ നമ്മൾ കാഷ്നട്ടും കുരുമുളകും ഒക്കെ ചേർത്തുള്ള മിക്സ് നന്നായിട്ട് ഒരു പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതോടെ മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു പാത്രത്തിലോട്ട് 4-5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിലായാലും മതി. വെളിച്ചെണ്ണ ആകുമ്പോൾ അതിൻ്റേതായ ഒരു ഫ്ലേവർ കൂടുതൽ കിട്ടും. അങ്ങനെ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 4 പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. വെളുത്തുള്ളിയുടെയും അതുപോലെ ഇഞ്ചിയുടെയും ഒക്കെ ആ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം അതിലേക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള ചേർത്ത് കൊടുത്ത് അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ സവാളയിൽ നിന്ന് വഴറ്റിയെടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ വരുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കണം. ഒത്തിരി ഫ്രൈ ആയി പോകേണ്ട ആവശ്യമില്ല, ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയാൽ മതി. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ വഴന്ന് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് പൊടികളെല്ലാം നല്ലതുപോലെ തന്നെ മൂപ്പിച്ചെടുക്കുക. പൊടികൾ നന്നായി മൂത്തില്ലെങ്കിൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് പൊടികൾ നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. പിന്നെ എപ്പോഴും പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിലിടാൻ ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പൊടികൾ കരിഞ്ഞ് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നമ്മുടെ പൊടികളെല്ലാം നല്ലതുപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുള്ള കുരുമുളകിൻ്റെയും കാഷ്നട്ടിൻ്റെയും പേസ്റ്റ് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തക്കാളി വളരെ ചെറിയതായി നുറുക്കിയത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി തക്കാളി ഒന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ തക്കാളിയൊക്കെ വഴന്നു വന്നതിന് ശേഷം നമ്മൾ വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്ന മട്ടൻ്റെ പീസുകൾ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒത്തിരി വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ അധികം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എനിക്ക് ഒരു 4 വിസിലായപ്പോഴേക്കും മട്ടനൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിരുന്നു കേട്ടോ. അപ്പോൾ 4 വിസിൽ കഴിയുമ്പോൾ നിങ്ങൾ നോക്കുക. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 വിസിലും കൂടി അടുപ്പിച്ചെടുത്താൽ മതി. അങ്ങനെ മട്ടൻ നല്ലതുപോലെ മസാലയായിട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ടേസ്റ്റ് നോക്കി ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ മസാലയായിട്ട് മട്ടനിലേക്ക് മസാലയൊക്കെ നല്ലതുപോലെ പിടിക്കും.
അങ്ങനെ ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ച് നമ്മുടെ മട്ടൻ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ചാറ് നമുക്ക് ഇതിൽ വറ്റിച്ചെടുക്കണം. അപ്പോൾ തുറന്ന് വെച്ചിട്ട് മൂടി ഓപ്പൺ ചെയ്ത് നമുക്ക് തുറന്ന് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ഇതിലെ ചാറൊക്കെ നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഒത്തിരി ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ ഡ്രൈ ആക്കി എടുക്കാം. ചെറിയൊരു ചാറോട് കൂടിയാണ് വേണ്ടതെങ്കിൽ ആ രീതിയിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ചാറൊക്കെ വറ്റിച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ആ ഒരു കാഷ്നട്ടൊക്കെ അരച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു കട്ടിയുണ്ട് നമ്മുടെ ചാറിന്. നല്ല കട്ടിയും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി മട്ടൻ പെപ്പർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പിന്നെ പറയേണ്ട, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.